എനിക്കിപ്പോൾ ഇവിടെ വന്ന് സ്ട്രൈക്ക് കണ്ടതിന് ശേഷം ഇതുവരെ ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തലുണ്ട്. അപ്പം കാണുന്ന ഒരേ കാഴ്ച സെയിം ആണ്. അന്നും ഇന്നും നമ്മൾ ഡോക്ടേഴ്സ് തന്നെ, ഫാക്കൽറ്റീസ്, സ്റ്റുഡൻസ്, നമ്മൾ ഹൗസ് സർജൻസ്, ഇത്രയും പേര് തന്നെ വീണ്ടും വീണ്ടും വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നു, നമ്മൾ തന്നെ കേൾക്കുന്നു. ഇന്നിപ്പോൾ ഒരു കാഷ്വാലിറ്റി കൂടെ ഇവിടെ അടച്ചിട്ടാൽ ഒരു പേഷ്യന്റ് എന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ നാട് ഫുള്ളും വരും. പക്ഷെ ഒരു ഡോക്ടറിനെ ഇത്ര ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊന്നു, അത് സൂയിസൈഡായിട്ട് തള്ളി മാറ്റുന്നു. അവർക്ക് ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പോലും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ ആക്ച്വലി ബേസിക് നീഡ്സ് ആണ് ചോദിക്കുന്നത്, ബേസിക് നീഡ്സ് തരുന്നില്ല. അത് ഫസ്റ്റ് ഹാഫ് അത് പോട്ടെ, ഇവിടെ ഒരു കുട്ടീനെ ഇത്ര ക്രൂരായിട്ട് കൊന്നിട്ട് അത് ചോദിക്കാനും പറയാനും പോലും ഒരാൾ പോലും ഇല്ല. നമ്മൾ ഈ 24, 48, ഈവൻ 72 അവേഴ്സ് വരെ കണ്ടിന്യൂസ് ഡ്യൂട്ടി വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. അത് നമ്മൾ ഉറങ്ങാണ്ടും നമ്മൾ ഫുഡ് കഴിക്കാണ്ടാണ് ആൾക്കാരെ നോക്കുന്നത്. ആൻഡ് ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടും ഡ്രങ്കണായിട്ടും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രൊസീജിയർ റൂമിൽ വരാറുണ്ട്. ഇവരൊക്കെ പ്രത്യേകിച്ച് ഫീമെയിൽ ഹൗസ് സർജൻസിനോട് ഇവരുടെ പെരുമാറ്റം തന്നെ വളരെ മോശമായിട്ടുള്ളതാണ്. നമുക്കൊരു സെക്യൂരിറ്റി പോലും ഇല്ലാണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. പിന്നെ പൊതുവേ ഉള്ളൊരു മോബ് മെന്റാലിറ്റി എന്താന്ന് വെച്ചാൽ ഒരു ഡോക്ടർക്കെതിരെ ഒരാള് ഒച്ചത്തിൽ സംസാരിച്ചു, അത് നമ്മളുടെ ഫോൾട്ട് പോലും ആവില്ല. അവർക്ക് എന്തോ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ ഒരാൾ ചൂടായി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അതേ രീതിയിൽ തന്നെയാണ് ഡോക്ടർമാരുടെ വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യാറുള്ളത്. ആൻഡ് പേഴ്സണലി എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ടൈമും എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഡ്യൂട്ടി റൂംസ് പോലും ഇല്ല. എന്നിട്ട് നമുക്ക് ക്രൗഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഇതുപോലെ ആകുമ്പോൾ വളരെ വളരെ മോശമാണ് ഇവിടുത്തെ അവസ്ഥ.